ഹായ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ജാപ്പനീസ് കോഫിയുടെ കാര്യം. അപ്പോൾ അതാണ് ഇന്നത്തെ റെസിപ്പി. ഞാൻ ഒരു കോഫി ലവറാണ്. പുറത്തെവിടെയെങ്കിലും പോയാലും ഞാൻ എപ്പോഴും കോഫിയാണ് കുടിക്കാറ്. എന്നെ പോലെ കോഫി ലവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കൂടാതെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ അധിക വാചകങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാനിവിടെ 2 പാക്കറ്റ് 2 രൂപയുടെ കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ കൂടെ മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക, മിക്സ് വെൽ. അതിനുശേഷം ഞാൻ കറക്റ്റായിട്ട് 1.5 മണിക്കൂറാണ് ഞാൻ ഫ്രീസറിൽ വച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും നമ്മുടെ കോഫി മിക്സ് നല്ലോണം മിക്സായിട്ട് സെറ്റായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മിൽക്ക് മെയ്ഡ് 3 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ആഡ് ചെയ്തത്. പക്ഷേ 3 ടേബിൾ സ്പൂണൊന്നും വേണ്ട കേട്ടോ, കാരണം നല്ല മധുരം ഉണ്ടായിരുന്നു. 2 ടേബിൾ സ്പൂൺ ധാരാളമാണ്. അതിനുശേഷം പാലൊഴിച്ച് വീണ്ടും മിക്സ് വെൽ. അതിനുശേഷം ഈ സെറ്റാക്കി വെച്ചിരിക്കുന്ന ഈ കോഫിയിലോട്ട് ഈ പാലൊഴിച്ച് മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ജെല്ലി പോലെയാണ് കേട്ടോ ഈ സംഭവം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. കോഫി ലവേഴ്സിന് എന്ത് വെച്ചാലും ഇഷ്ടപ്പെടും. ഞാൻ ഇത് രണ്ടാമത്തെ മോൾക്ക് കൊടുത്തപ്പോഴത്തേക്കും അവളുടെ എക്സ്പ്രഷൻ കണ്ടോ, അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവൾക്ക് കോഫി ഇഷ്ടമല്ല കേട്ടോ. എൻ്റെ മൂത്ത മോൾക്ക് ഇഷ്ടപ്പെട്ടു. അവളും ഞാനും മത്സരിച്ച് കുടിക്കായിരുന്നു. അപ്പോൾ എൻ്റെ ടേസ്റ്റ് ഏകദേശം മൂത്ത മോളൊക്കെ അവൾക്കും ഒരുപോലെയാണ് കേട്ടോ. അതിപ്പോൾ 3 പേരിൽ ഏതെങ്കിലും ഒന്ന് അമ്മയെ പോലെ ആയിരിക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ്